ചെമ്മീൻ കഴിക്കുന്നവന് പുൽച്ചാടി കഴിക്കുന്നവനെ കുറ്റം പറയാൻ ഒരു അവകാശവും ഇല്ല. ഇല്ല, ഒന്ന് വെള്ളത്തിൽ ഒന്ന് കരയിൽ വേണമെന്നേ ഉള്ളൂ. ചേര തിന്നിട്ടുണ്ടോ? ഞാൻ പാമ്പിന്റെ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട്. എന്ത് പാമ്പായിരുന്നു? അതുപോലും ഓർക്കാനുള്ള സമയം. ദൈവത്തിന് നമ്മൾ കൊണ്ടുപോയി പട്ടച്ചാരായം സമർപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിന്റെ ഉദ്ദേശം എന്താ? ദൈവം ഇതിരിച്ചിട്ട് കിക്കാവണം. ഇവര് പലരും ആദ്യത്തെ ഒരു ദിവസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ കുളങ്ങര ഇങ്ങനെയല്ല. നിങ്ങൾ ആദ്യം ചോദിച്ചില്ലേ എങ്ങനെ ഒരു പരസ്യമില്ല ഒരു ചാനൽ ഇടുന്നു? ഇതെല്ലാം കൂടെ ചേർന്നത് കൊണ്ടാണ് ആ പരസ്യമില്ലാതെ ഓടുന്നത്. ബുട്ടൻസ് ഇതുവരെയും പറഞ്ഞില്ല കേട്ടാ. ഞാൻ അറിയാതെ അതിലേക്ക് തിരിച്ച് നിങ്ങളെ കൊണ്ട് ഞാൻ ക്ഷമിക്കണം. അയാളുടെ പൂ പോലെയുള്ള താടി ഞാൻ ക്യാമറ കൊണ്ട് സൂം ചെയ്തു. ആ സൂം ചെയ്തതിൽ താടി ഉടക്കി പോകുമോ എന്ന് ഞാൻ ഒരുപക്ഷെ സംശയിച്ചു. ഇങ്ങനെയാണ് ഈ ശൈലി. ടോക്കിയോയിൽ നിന്ന് ഹിരോഷിമയിലേക്കുള്ള ട്രെയിൻ കൃത്യസമയത്ത് തന്നെയായിരുന്നു എന്നിങ്ങനെ മാറ്റുമ്പോഴാണല്ലോ ഡ്രാമ വരുന്നത്. അതുകൊണ്ടാണല്ലോ അനുകരിക്കേണ്ടി വരുന്നത്. അതാണ് ഈ വ്യത്യാസം. ഞാൻ പുതിയ വിമാനം മേടിച്ചു കേട്ടോ, നമുക്ക് എന്നാ പോകണ്ടേ? പുതിയ വിമാനം വന്നല്ലോ, അതിൽ പറഞ്ഞില്ല. ഇനി ദുബായ് അടുത്ത തവണ അവിടെ ചെല്ലുമ്പം നമുക്ക് അതിൽ കയറണം. പഴംപൊരിയും കൊഴുക്കട്ടയും ഇലയുടെയൊക്കെയാണ് സൽക്കരിച്ചത്. അഭിമുഖകാരിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിങ്ങൾ മാറി. അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാൻ ഞാനൊക്കെ. അപ്പൊ നിങ്ങൾ കുറച്ച് യാത്രയും കൂടെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളൊരു സംഭവമാവും. താങ്ക് യു. അപ്പൊ ഞാൻ എന്തായാലും കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു.